നമസ്കാരം. പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വെള്ളാപ്പള്ളി പറഞ്ഞത് അയാളുടെ സംസ്കാരം. പ്രായവും പക്വതയുമില്ലാതെ പറയുന്നതിന് മറുപടി ആവശ്യമില്ല. മന്ത്രി പ്രതികരിച്ചത് തന്തക്കിട്ട് പാരവെച്ച ഈ ഗണേശനെക്കുറിച്ച് എന്തു പറയാനാണെന്നും സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയ ആളാണ് ഗണേശനെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്കും ക്ലാസ് ടീച്ചർക്കും സസ്പെൻഷൻ. മാനേജ്മെന്റിന്റെ നടപടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന്. വിദ്യാലയത്തിലെ പ്രശ്നങ്ങൾക്ക് പുറമെ കുട്ടിക്ക് വീട്ടിലും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന സഹപാഠികളുടെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിച്ച ശേഷം നടപടിയെന്ന് പോലീസ്. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി 18ലേക്ക് മാറ്റി. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ഒരു കാരണവശാലും പരോൾ പോലും അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ. ചെന്താമര 2 കൊലക്കേസിൽ കൂടി പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ. ഒറ്റപ്പാലം NSS കോളേജിൽ സംഘർഷാവസ്ഥ തുടരുന്നു. വ്യാഴാഴ്ചയും കോളേജിൽ SFI KSU പ്രതിഷേധം. പ്രിൻസിപ്പാൾ ഓഫീസിന് മുന്നിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡ് സ്ഥാപിച്ച് KSU പ്രവർത്തകർ. ഓഫീസിലെ ടേബിൾ അടിച്ചു തകർത്തു. സംഘർഷത്തിന് അയവുണ്ടായത്. ഇരു സംഘടനകളിലെയും പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കാമെന്ന പ്രിൻസിപ്പാളിന്റെ ഉറപ്പിനെ തുടർന്ന്. വാണിയംകുളത്ത് വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. CPIM നയിക്കുന്ന ഭരണസമിതിയുടെ സങ്കുചിത കക്ഷി രാഷ്ട്രീയ നിലപാടുകൾ വികസനത്തിന് വെല്ലുവിളിയെന്ന് നേതാക്കൾ. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് ഇനി കൃത്യസമയം പാലിക്കും. പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യുന്ന 100 കണക്കിന് ആളുകൾക്ക് ആശ്വാസം. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിന് കൃത്യസമയം പാലിക്കാനാകുന്നത് ശബരി എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയതോടെ. പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് മംഗളൂരു എക്സ്പ്രസ് ശബരിക്ക് വഴി കൊടുക്കുന്ന പതിവ് രീതി മാറി. വടക്കാഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന ഫാക്ടറിയിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 3 പ്രതികളെയും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മീണാലൂർ പുതുരുത്തി സ്വദേശികൾ. വിനോദസഞ്ചാരികൾക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ച ഡബിൾ ഡക്കർ ബസ് എത്തി. ബസ് സർവീസ് നടത്തുക തൃശൂർ നഗരക്കാഴ്ചകൾ എന്ന ബോർഡോടെ. 1.5 കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സിനെ വരവേറ്റ് ജനപ്രതിനിധികൾ. വാർത്തകൾ വിശദമായി. വെള്ളാപ്പള്ളി പറഞ്ഞത് ആളുടെ സംസ്കാരമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പ്രായവും പക്വതയും ഇല്ലാതെ പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ഗണേഷ് കുമാർ തൃശൂരിൽ പ്രതികരിച്ചു. തന്തക്കിട്ട് പാരവെച്ച ഈ ഗണേശനെക്കുറിച്ച് എന്തു പറയാനാണെന്നും സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയ ആളാണ് ഗണേശനെന്നും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം ആക്ഷേപിച്ചിരുന്നു. അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവർ സംസാരിക്കും. ഒരാളെ സംസ്കാരം എല്ലാവർക്കും അതേ സംസ്കാരമാണ് അല്ലല്ലോ. അപ്പോൾ പഠിച്ചോടും വിടുപെട്ടു. അത് ആ സംസ്കാരം ആളുകളും തിരിച്ചറിഞ്ഞാൽ മതി. അതിന് മറുപടി ഞാൻ പറയാനില്ല. ആ ലെവലല്ല എന്റെ ലെവല്. മന്ത്രിസ്ഥാനം പോലും വിലപേശി വാങ്ങിയ രീതിയിലുള്ള വിമർശനമാണ്. അല്ല അതൊക്കെ അല്ല അങ്ങേപോലെ ഇത്രയും കാലം MLA ഇരുന്ന ഒരു സാധാരണ ആളെ പോലും ഇത്ര മോശമായിട്ട് പറയാൻ പറ്റില്ല. അത്രയും അത് ഒരാളെ കൾച്ചർ ഞാൻ പറഞ്ഞില്ലേ. ഓരോരുത്തരുടെ കൾച്ചർ ഓരോ വിധത്തിലാണ്. ഓക്കെ അത്രേ പറയാനുള്ളൂ. വിമർശനമൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ അധിക്ഷേപം എന്ന രീതിയിലുള്ള ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ച് സംസാരിക്കും. പ്രായവും പക്വതയൊന്നും ഇല്ലാതെ കൾച്ചർ ഇല്ലാത്തവർ പലതും സംസാരിക്കും. അതിന് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ആ ലെവലിലേക്ക് താഴെ. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 അധ്യാപകർക്ക് സസ്പെൻഷൻ. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാനേജ്മെന്റിന്റെ നടപടി. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി പല്ലഞ്ചാത്തന്നൂർ സ്വദേശി 14 വയസ്സുള്ള അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പ്രധാനാധ്യാപിക ലിസി, ക്ലാസ് ടീച്ചർ ആശ എന്നിവരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിദ്യാലയത്തിലെ പ്രശ്നങ്ങൾക്ക് പുറമെ അർജുന് വീട്ടിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും കുറച്ചുകാലമായി വീട്ടുകാരുമായി അകൽച്ചയിലായിരുന്നെന്നും ചില സഹപാഠികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി അന്വേഷിക്കുമെന്നും അതിനുശേഷമേ നടപടി സ്വീകരിക്കൂവെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് 4 ദിവസത്തേക്ക് സ്കൂൾ അടച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്തത് അധ്യാപികയുടെ പീഡനം മൂലമെന്നാരോപിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അധ്യാപിക കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാരോപിച്ച് അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയുമായ അർജുൻ ആത്മഹത്യ ചെയ്തത്.
വിദ്യാർത്ഥികൾ തമ്മിൽ മെസ്സേജ് അയച്ചതിനെതിരെ ഒരു അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും 1.5 വർഷം ജയിലിൽ കിടത്തുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായും കുടുംബം ആരോപിക്കുന്നു. അർജുനെ ആത്മഹത്യയിലേക്ക് എത്തിച്ച അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച സ്കൂളിൽ പ്രതിഷേധിച്ചത്. അതേസമയം വിഷയത്തിൽ അധ്യാപികയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെന്നും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നു. സംഭവത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പ്രിൻസിപ്പാൾ വ്യക്തമാക്കി. അധ്യാപികയ്ക്കെതിരെ നടപടിയില്ലാതെ ക്ലാസ്സിൽ കയറില്ലെന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ ഉറച്ചുനിന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി 18ലേക്ക് മാറ്റി. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും പരോൾ പോലും അനുവദിക്കരുതെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു. ചെന്താമര 2 കൊലക്കേസിൽ കൂടി പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ചെന്താമര 2 കൊലപാതക കേസിൽ കൂടി പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. 2019 ഓഗസ്റ്റ് 31-നാണ് അയൽവാസിയായ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കെ പരോളിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെയും 2025 ജനുവരി 27-ന് വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യ പിണങ്ങിപ്പോവാനിടയായത് സജിത കാരണമാണെന്ന വിശ്വാസമാണ് ചെന്താമരയെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടിയ വേളയിലും പരിസരവാസികൾക്ക് നേരെ ചെന്താമര വധഭീഷണി മുഴക്കിയിരുന്നു. ചെന്താമര പുറത്തിറങ്ങിയാൽ വധിക്കപ്പെടുമെന്ന ഭയത്തിലാണ് സജിത സുധാകരൻ ദമ്പതികളുടെ മക്കളും ജീവിക്കുന്നത്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇരുവർക്കും പരിസരവാസികൾക്കും ഉള്ളത്. അതേസമയം ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഇരട്ട കൊലപാതകത്തെ ഈ കേസുമായി കൂട്ടിയിണക്കേണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം NSS കോളേജിൽ KSU SFI പ്രതിഷേധം. പ്രിൻസിപ്പൽ ബോർഡിന് മുന്നിൽ KSU പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചു. വ്യാഴാഴ്ച പകൽ കോളേജിൽ സംഘർഷാവസ്ഥയായിരുന്നു. കലാലയ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി കോളേജിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രിൻസിപ്പൽ ഓഫീസിനുള്ളിലെ ടേബിൾ KSU പ്രവർത്തകർ അടിച്ചു തകർത്തു. KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 KSU പ്രവർത്തകരെയും 7 SFI പ്രവർത്തകരെയും ഇന്നലെ കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഘർഷത്തിൽ 2 SFI പ്രവർത്തകർക്കും 2 KSU പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റിരുന്നത്. SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാണ് ഇന്ന് SFI ആവശ്യം. നിങ്ങൾക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിലൊരു കയ്യിലൊരു കെട്ടുമായിട്ട് വന്നപ്പോഴേക്ക് കയ്യിന്റെ കെട്ടടിച്ച് നോക്കണം. അതിൽ ആരാണ് SFI മർദ്ദിച്ചത്? അതിൽ വീഡിയോ ദൃശ്യം കാണിക്കട്ടെ. എന്തിന് 7 പേരെ വെറുതെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട് അവിടെ? ഇല്ല, ആ കുട്ടി വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം ശരി, ഒരു ഹിയറിംഗ് പോലും വെക്കേണ്ട എങ്ങനെയാണ് 7 പേരെ ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലനേഷൻ വേണ്ട. ഇവിടെ കൊലക്കേസിൽ പ്രതിയായി ഒരാളെ ജയിലിൽ പോയി കഴിഞ്ഞാൽ 4 പേരെ സസ്പെൻഡ് ചെയ്ത് എത്ര ദിവസത്തിന് സാധനം? ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ എക്സ്പ്ലനേഷൻ ചോദിക്കട്ടെ, എങ്ങനെ സസ്പെൻഡ് ചെയ്യും? ഏത് രീതി? ഞങ്ങൾ ആരും മർദ്ദിച്ചോരെ ദൃശ്യം കൊണ്ടിരട്ടെ. ആദ്യമാണ് മർദ്ദികൾ ദൃശ്യം കൊണ്ടിരട്ടെ. ആദ്യത്തെ കയ്യിൽ എന്ത് രീതിയിലുള്ള പാടുണ്ട്? കയ്യിൽ കെട്ടി സസ്പെൻഡ് ചെയ്യാൻ തെളിവുണ്ടോ? തെളിവുണ്ടോ? ഇവിടെ തെളിവ് ഒന്നും കാണിച്ചിട്ടില്ല. തെളിവൊന്നും അന്വേഷണം നടക്കാൻ ശരി, അന്വേഷണം അതേസമയം KSU വനിതാ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ നടപടി കടുപ്പിക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നീതിയുക്തമായ തീരുമാനമല്ല വന്നു. സമരം ചെയ്ത ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനമാണ് വന്നത്. പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പ്രിൻസിപ്പളെ നമ്മൾ സമീപിക്കുകയും കൗൺസിൽ അവരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തത്. കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും തിരിച്ച് മറുപടികളൊന്നും ഇല്ലാതെ നിന്നിട്ടും അവർ പുനഃപരിശോധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് വ്യാജമായിട്ടോ കെട്ടിച്ചമച്ചോ പരാതി കൊടുക്കാൻ നമ്മുടെ പാർട്ടിയുടെ പേര് SFI ഇല്ല, അത് KSU ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ രീതിയിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ സമരം അവസാനിപ്പിക്കും. ഇന്ന് നമ്മൾ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ
12:30 ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കൗൺസിൽ മീറ്റ് ഇവിടെ തുടങ്ങാം എന്ന് പ്രിൻസിപ്പൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ കൗൺസിൽ മീറ്റ് കൂടി ഇന്ന് കൗൺസിൽ മീറ്റ് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ ആണെന്നുണ്ട് ഇന്ന് കൗൺസിൽ മീറ്റ് അദ്ദേഹം കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് വിയോജിപ്പുണ്ടെങ്കിലും ഒരു പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ വിശ്വസിക്കുകയാണ്. വിശ്വാസത്തെ KSU എടുക്കുകയാണ്. SMI ആണെങ്കിൽ എടുക്കില്ല, പക്ഷെ KSU എടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്ത് കൗൺസിൽ മീറ്റ് കൂടുകയും ഇപ്പോഴത്തെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയതോടെ സംഘർഷാവസ്ഥയിൽ നേരിയ അയവുണ്ടായി. പ്രിൻസിപ്പാൾ രാജേഷ് SFIക്ക് സംരക്ഷണം നൽകുകയാണെന്ന് KSU ആരോപിക്കുന്നു. സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് നടപടി പുനഃപരിശോധിക്കാമെന്ന പ്രിൻസിപ്പാളിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഇരുകൂട്ടരും പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിൽ കയറി പാലക്കാട്ടു നിന്ന് ഷൊർണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ട്രെയിനിലിരുന്ന് മുഷിയേണ്ടി വരില്ല. കൃത്യസമയത്ത് ട്രെയിന് ഇനി മുതൽ പാലക്കാട്ടും ഷൊർണൂരിലുമെത്തും. ശബരി എക്സ്പ്രസ് ട്രെയിൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയതോടെയാണ് കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിന് കൃത്യസമയത്ത് പാലക്കാട് എത്താനാകുന്നത്. സമയമാറ്റം വരുന്നതിനു മുമ്പ് കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിൽ പാലക്കാട്ട് നിന്ന് ഷൊർണൂരിലേക്ക് എത്താൻ 2 മണിക്കൂറോളം വേണമായിരുന്നു. 7:55 മംഗളൂരു എക്സ്പ്രസ് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുക. 8 കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസും യാത്ര ആരംഭിക്കുന്ന വിധത്തിലായിരുന്നു സമയക്രമീകരണം ഉണ്ടായിരുന്നത്. 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരു ട്രെയിനുകളും 9:15 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരുന്നത്. മിക്ക ദിവസങ്ങളിലും പാലക്കാട് നിന്ന് ആദ്യമെടുത്തിരുന്ന മംഗളൂരു എക്സ്പ്രസ് പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസിന് വഴി കൊടുക്കുകയായിരുന്നു പതിവ്. ഈ രീതിക്കാണ് ഇതോടെ മാറ്റം വന്നത്. 9:17 പാലക്കാട് എത്തിയിരുന്ന ശബരി എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ആക്കിയതോടെ 10:12 പാലക്കാട്ടെത്തുക. 10:41 ഒറ്റപ്പാലത്തും 11:21 വടക്കാഞ്ചേരിയിലും എത്തും. 9:17 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പാലക്കാട് എത്തേണ്ട സമയമെങ്കിലും മണിക്കൂറുകൾ വൈകി ട്രെയിൻ ദിവസവും എത്തുന്നു എന്നത് കോയമ്പത്തൂർ മംഗളൂരു ട്രെയിനിലെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാണ്. പാലക്കാട്ട് നിന്ന് ഷൊർണൂരിലേക്ക് ബസ് മാർഗം 1 മണിക്കൂറിൽ എത്തുന്നത് ട്രെയിനിൽ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുരിതമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട പോലുമില്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗളൂരു കോഴിക്കോട് ഭാഗത്തേക്കുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാമെന്ന ലക്ഷ്യത്തോടെയാണ് മംഗളൂരു പാസഞ്ചറിൽ കയറുന്നത്. എന്നാൽ ട്രെയിൻ പിടിച്ചിരുന്നതോടെ ഇവർക്ക് മറ്റ് ട്രെയിനുകളും പലപ്പോഴും കിട്ടാതെ വരുന്നു എന്ന യാത്രക്കാരുടെ പരാതി നിരന്തരം ഉയർന്നിരുന്നു. ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സാക്കി സമയത്തിൽ മാറ്റം വരുത്തിയതോടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ഈ സമയത്ത് മറ്റ് ട്രെയിനുകളില്ലാത്തതിനാൽ 1 മണിക്കൂറോളം ശബരിക്കു വേണ്ടി പാലക്കാട്ട് കാത്തുനിൽക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് പഞ്ചായത്ത് ഭരണപക്ഷത്തിന്റെ വികസന വിരോധമാരോപിച്ച് കോൺഗ്രസ്. വികസന മുരടിപ്പിനും CPM ഭരണസമിതിയുടെ സങ്കുചിത കക്ഷി രാഷ്ട്രീയ നിലപാടിനുമെതിരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. MP അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാത്തതിലും 3 മാസത്തിലൊരിക്കൽ ഗ്രാമസഭ ചേരാത്തതിലും സിറ്റിസൺ എഡ്യൂക്കേഷൻ ബോർഡ് കൃത്യമായി സ്ഥാപിക്കാത്തതിനെതിരെയും റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചും അശാസ്ത്രീയ പട്ടണ നവീകരണത്തിനും അംഗൻവാടി ഹെൽപ്പർ നിയമനത്തിലെ അഴിമതിക്കും മുൻ DYFI നേതാവിൻ്റെ വധശ്രമത്തിലെ പങ്കിനുമെതിരെയാണ് വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് രൂപീകരിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമാണ് നമ്മുടെ പഞ്ചായത്തിൽ എത്രയോ കാലമായി ഇവിടെ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലുണ്ടാകുന്ന വികസന കാര്യങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഭരിക്കുന്ന നിരവധി പഞ്ചായത്തുകളിലെ വികസന കാര്യങ്ങളുമായി താരതമ്യ പഠനം നടത്തി നോക്കിയാൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് ഇന്ന് മാറിയിരിക്കുകയാണ്. പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പഴയ പഞ്ചായത്തുകളല്ല. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല്
പ്രാബല്യത്തിലാകുന്നതിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തുകൾ, വാണിയംകുളം ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും വരുമാനവും ആ വരുമാനം അനുസരിച്ചുള്ള ചെലവുകളുമൊക്കെ നമുക്കറിയാം. നാട്ടിലെ വികസന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത, നാട്ടിലെ റോഡുകൾ, പാലങ്ങൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ കഴിയാത്ത, സാമ്പത്തികമായി സൗകര്യങ്ങളില്ലാത്ത പഞ്ചായത്തായിരുന്നു പഴയ പഞ്ചായത്ത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ശിവപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കെ വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, TY ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MP പ്രേംകുമാർ, INTUC നേതാവ് ശ്രീനിവാസൻ, ചളവറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി ഹുസൈൻ, PP സോമകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിന് സജ്ജമായി. പഞ്ചായത്തിന് ലഭിച്ച 2 കോടി ലോട്ടറി തുക അടക്കം 3 കോടി ചിലവഴിച്ചാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വടനംകുറിശി വില്ലേജ് പരിസരത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ 17-ന് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. വാടനംകുറിശി വില്ലേജ് പരിസരത്ത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനത്തിന് സജ്ജമായി. മുൻ ഭരണസമിതിയാണ് കൺവെൻഷൻ സെന്ററിന് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച 2 കോടി ലോട്ടറി തുക അടക്കം 3 കോടി ചെലവഴിച്ചാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ജനങ്ങളുടെ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ പരിപാടികൾ നടത്താൻ സൗകര്യപ്പെടുന്ന തരത്തിലാണ് നിർമ്മാണം. 500-ലധികം പേർക്ക് ഇരിക്കാനും 450 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഉതകുന്ന തരത്തിലാണ് അകം ക്രമീകരിച്ചിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ് ഏരിയയുമുണ്ട്. ഒക്ടോബർ 17-ന് വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കൺവെൻഷൻ സെന്ററിൻ്റെ ഉദ്ഘാടനം നടക്കും. പട്ടാമ്പി MLA മുഹമ്മദ് മുസിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന ഫാക്ടറിയിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. കേളത്ത് സ്കഫോൾഡിംഗ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് 5 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കേസിൽ 3 പ്രതികളെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മിണാലൂർ സ്വദേശികളായ ടോവിൻ വിൽസൺ വടക്കൂടൻ വീട്ടിൽ 28 വയസ്സ്, പൂവത്തിങ്കൽ വീട്ടിൽ 28 വയസ്സുള്ള റമീസ്, പുതുരുത്തി സ്വദേശി കോമാട്ടിൽ വീട്ടിൽ 31 വയസ്സുള്ള സജീവ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 1-നാണ് മോഷണം നടന്നതായി ഉടമ യൂസഫ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സ്ഥാപനത്തിൽ നിന്ന് 5 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടെന്നായിരുന്നു പരാതി. സ്ഥാപനത്തിന് പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ മെഷീനറികളും അനുബന്ധ പാർട്സുകളും ഇരുമ്പ് മെറ്റീരിയലുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കവരുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു. നഗരസഭയിൽ നിലവിൽ 33 വാർഡുകളാണുള്ളത്. 2 വാർഡ് കൂടി കൂടിയിട്ടുണ്ട്. 3 പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകളും 3 പട്ടികജാതി സംവരണ വാർഡുകളും 15 സ്ത്രീ സംവരണ വാർഡുകളുമാണ് വ്യാഴാഴ്ച കളക്ടറേറ്റിൽ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഷൊർണൂർ BRCക്ക് കീഴിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. അനുമോദനവും പുരസ്കാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ വീട്ടിൽ, അതുപോലെ തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വിദ്യാലയങ്ങളിലേക്ക് വരുമ്പോൾ, മറ്റ് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അനിവാര്യമായി ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉപകരണങ്ങൾ നൽകി അവരെ മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SSKയുടെ ഭാഗമായി ഷൊർണൂർ BRCക്ക് കീഴിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ചലന സഹായ ഉപകരണങ്ങൾ ചടങ്ങിൽ MLA വിതരണം ചെയ്തു. കൂടാതെ അനുമോദനവും പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു.
നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. DPO KN കൃഷ്ണകുമാർ പദ്ധതി വിശദീകരിച്ചു. BPC M ബിന്ദു സ്വാഗതം പറഞ്ഞു. ഹൈസ്കൂൾ സൂപ്രണ്ട് VB കദീഷ്, പ്രിൻസിപ്പാൾ LR ഗീത, പ്രസീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിനോദസഞ്ചാരികൾക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ച ഡബിൾ ഡക്കർ ബസ് എത്തി. തൃശൂർ നഗരക്കാഴ്ചകൾ എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തുക. തൃശൂർ നഗരത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കറങ്ങി നഗരത്തിൽ സമാപിക്കുന്ന രീതിയിലായിരിക്കും ബസിൻ്റെ യാത്ര. വിനോദസഞ്ചാരികൾക്കായി അനുവദിച്ച ബസ് തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഡബിൾ ഡക്കർ ബസ്സാണ് എത്തിയിട്ടുള്ളത്. ഇനി തൃശൂരിൻ്റെ നഗരക്കാഴ്ചകൾ ബസ്സിൽ ചുറ്റിക്കറങ്ങി ആസ്വദിക്കാം. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ബസ് ഇളംതുരുത്തിയിൽ നിന്ന് സ്വീകരിച്ച് പുത്തൂരിലെത്തിച്ചു. വിവിധ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പാർക്കിലൂടെ ബസ്സിൽ ചുറ്റിക്കറങ്ങി. 1.5 കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സാണ് പുത്തൂരിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടുഞ്ഞിരപ്പള്ളി പുളിയപ്പറമ്പിൽ വാഹന അപകടം. നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ വീട്ടുകാരന് നിസ്സാര പരിക്കേറ്റു. കോട്ടയം പൂടൂർ പാലക്കാട് റൂട്ടിൽ പുളിയപ്പറമ്പ് സ്റ്റോപ്പിലായിരുന്നു വാഹനാപകടമുണ്ടായത്. വ്യാഴാഴ്ച വൈകുന്നേരം 4:20 അപകടം. ബസ്സും ബൈക്കുമായി കൂട്ടിയിടിച്ച ശേഷം നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ വീട്ടുകാരന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. പെരുങ്ങോട്ടുകുറിശി കോട്ടായി പൂടൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷാനി സ്വകാര്യ ബസ്സാണ് ബൈക്കുമായി കൂട്ടിയിടിച്ചത്. സംഭവത്തിൽ വീടിനും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി 2025 ഭാഗമായി കേരള കലാമണ്ഡലത്തിൽ സംഗീത സെമിനാർ നടന്നു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ഒരു നേതൃത്വ നിരയാണിപ്പോഴുള്ളത്. ഇങ്ങനെ ഒരു കാരണം വിശേഷിച്ച് നമുക്കൊക്കെ കലാമണ്ഡലത്തിന് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ചെയർമാൻ. വിജയ മാഷ് നീള ക്യാമ്പസിൻ്റെ ഡയറക്ടറായിരുന്ന ഒരാളാണ്, ഒരു അക്കാഡമിക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രഷ് ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുന്ന ഒരു അല്ലെങ്കിൽ എനർജി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന സൗണ്ടിനെ കുറിച്ചുള്ള ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ, അത് നമ്മൾ പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ സംഗീതത്തെ എങ്ങനെ നമ്മൾ കലാമണ്ഡലം കാണുന്നു അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗം കാണുന്നു എന്നുള്ളതിൻ്റെ ഉള്ളൊരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ചേതന സൗണ്ട് സ്റ്റുഡിയോയിലെ ഓഡിയോ എഞ്ചിനീയർ സജി R പ്രബന്ധ അവതരണം നടത്തി. സെമിനാറിൽ തത്സമയ ശബ്ദലേഖന സങ്കേതങ്ങൾ സംഗീത സംവിധായകൻ മനു രമേശൻ പരിചയപ്പെടുത്തി. കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ സെമിനാറിൽ മോഡറേറ്ററായി. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ സ്വാഗതവും കർണാടക സംഗീത മേധാവി വിജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്ലിക്ക് എന്നൊക്കെ പറയുന്ന മെട്രോളമാണ് ഈ ട്രാക്ക്. ഇതാണ് പാഡ്സ്, നിങ്ങൾ വെക്കുന്ന ബാക്കിങ്. ഇത് നമുക്ക് വേണമെങ്കിൽ തമ്പുരുവാക്കി ഇടാം. ഇപ്പോൾ ജസ്റ്റ് ഒരു പാടാൻ വേണ്ടി ഒരു ട്രാക്ക് ഇടുന്നു ഇവർ ഹെഡ്ഫോണിൽ. ഇതൊക്കെ വോക്കലിന് വേണ്ടി ഉണ്ടാക്കിയ ട്രാക്കുകളാണ്. പ്രോടൂൾസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത് ബ്ലാങ്ക് ആയതുകൊണ്ട് മണികണ്ഠൻ സാറിന് ഇത് കാണിച്ചു കൊടുക്കും. എവിടെയാണ് കണ്ടക്ടറുടെ ജോലി അതാണ്. അപ്പോൾ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് ഒരു പാടും. തെറ്റുണ്ടെങ്കിൽ വീണ്ടും എടുക്കും. പരിമിതികളുണ്ടാവും ഈ സ്പേസ് ആയതുകൊണ്ട്, എന്നാലും നമുക്കൊന്ന് കാണാം. ഓക്കെ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല പോഷകാഹാര വാരാചരണം സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത, ICDS സൂപ്പർവൈസർ ഷീബ എന്നിവർ സംസാരിച്ചു. പോഷകാഹാര പ്രദർശനമേളയും നല്ല കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുക്കലും നടന്നു. പൊതുപ്രവർത്തനം എന്നത് അംഗൻവാടി പ്രവർത്തകരുടെ വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംസ്ഥാന സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അംഗൻവാടികളിലൂടെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എപ്പോഴും ഒന്നും കൂടി പറഞ്ഞു നിർത്താം. ഭർത്താവ് ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയുന്നതിന് മുമ്പ് അവിടുത്തെ അംഗൻവാടി ടീച്ചറെ അറിഞ്ഞിരിക്കും എന്നതാണ് സത്യം. വാടാനംകുറിശി ശിവശക്തി ഭൂതത്താൻകാവിൽ ആയില്യ മഹോത്സവം വിപുലമായി ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിവിധ പരിപാടികളോടുകൂടിയാണ് വാടാനംകുറിശി ശിവശക്തി ഭൂതത്താൻകാവിൽ ആയില്യ മഹോത്സവം ആഘോഷിച്ചത്.
രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. നാഗത്താന്മാരുടെ പ്രീതിക്കായി വിശേഷമായ കന്നിമാസത്തിലെ ആയില്യം നാളിൽ വിശേഷ പൂജകളും വെള്ളരിയിടൽ, പാലും നൂറും നൽകൽ, നാഗപൂജ എന്നിവയുമുണ്ടായിരുന്നു. രാവിലെ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തി. നിറമാലയുമുണ്ടായിരുന്നു. ശിവശക്തി ഭൂതത്താൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിൽ വഹിച്ച പങ്ക് കണക്കിലെടുത്ത് പഞ്ചായത്തിലെ 41 ഹരിതകർമ്മസേന അംഗങ്ങളെ അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ, സെക്രട്ടറി എം മോഹൻകുമാർ എന്നിവർ ചേർന്ന് അംഗങ്ങളെ ആദരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, ബാങ്ക് വൈസ് പ്രസിഡന്റ് ആദം, അസിസ്റ്റന്റ് സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ, ടി സേതുമാധവൻ, ഡയറക്ടർ കെ വിനോദ്, ഹരിതകർമ്മസേന സെക്രട്ടറി ജാസ്മി, പ്രസിഡന്റ് എം പുഷ്പലത എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ മണ്ണൂർ സ്വദേശി മണികണ്ഠന്റെ ചികിത്സയ്ക്കായി മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈത്താങ്ങ്. ട്രസ്റ്റ് 1.5 ലക്ഷം രൂപ മണികണ്ഠന്റെ കുടുംബത്തിന് കൈമാറി. മണ്ണൂർ വടക്കുംപാടം താഴത്തേതിൽ മണികണ്ഠനാണ് ചികിത്സയിൽ കഴിയുന്നത്. നിർധന കുടുംബത്തെ സഹായിക്കാൻ സുമനസ്സുകൾ മുന്നോട്ട് വരണമെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. നന്മ ട്രസ്റ്റ് സെക്രട്ടറി വാസു മാസ്റ്റർ തുക മണികണ്ഠന് കൈമാറി. കാർപ്പൻ്റർ തൊഴിലാളിയായ 45-കാരൻ മണികണ്ഠൻ 3 മാസമായി ഡയാലിസിസ് നടത്തിവരുന്നു. 8 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായുള്ള തുക കണ്ടെത്തേണ്ടത്. ഭാര്യ ജയന്തി വൃക്ക നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. നിർധന കുടുംബത്തിന്റെ ചികിത്സയ്ക്കായി ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ട്. സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസ്സുകൾ 9846882714 എന്ന നമ്പറിൽ കഴിയാവുന്ന സഹായങ്ങൾ അയക്കാമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. KS സുനീർ, കെ റഫീഖ്, കെ പ്രതീഷ്, ചെന്താമര, ഫൈസൽ, വേലുണ്ണി എന്നിവരാണ് തുക സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയത്. നന്മ ട്രസ്റ്റ് രക്ഷാധികാരി തങ്കപ്പൻ, ട്രഷറർ ബാലകൃഷ്ണൻ, പിഞ്ചു, സുരേഷ്, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. വൃക്കകളും തകരാറായി ചികിത്സയിലാണ്. അദ്ദേഹത്തിന് അൽഷിഫയിൽ നിന്നും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. വൃക്ക ദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. എന്നിരുന്നാലും പഠിക്കുന്ന 2 മക്കളായതുകൊണ്ട് സാമ്പത്തികമായി ഇതുവരെയുള്ള ചികിത്സയിൽ തന്നെ കുടുംബം കടത്തിലായിപ്പോയി. അങ്ങനെയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സമീപിച്ച് സഹായം ആവശ്യപ്പെടുകയും നമ്മളത് നമ്മുടെ വളണ്ടിയർമാർക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് പരമാവധി സാമ്പത്തികം സ്വരൂപിക്കാനുള്ള ഒരു ഏർപ്പാടുമാണ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ നമ്മളന്ന് പറഞ്ഞിരുന്നു 8 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിലെങ്കിലും 1.5 ലക്ഷം രൂപയെങ്കിലും ട്രസ്റ്റ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്കൊരു 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി ഒരു 1,40,000 രൂപ ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാവില്ല, തുടർ ചികിത്സയ്ക്കുള്ള സാമ്പത്തികം വീണ്ടും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒരു നിർധന കുടുംബത്തിലെ ആകാ കുടുംബത്തെ സംരക്ഷിക്കുന്ന കുടുംബനാഥനാണ് ഈ രോഗിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു സൗകര്യം വളരെ സന്മനസ്സുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ വളണ്ടിയർമാർ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഇത്തരം സഹായങ്ങൾക്ക് വേണ്ടി വരും. നമ്മൾ നേരത്തെ ഈ പാറ്റുകുഴി മഞ്ജുഷയ്ക്ക് ഇതേപോലെ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. മറ്റ് വിവിധ ഭാഗങ്ങളിൽ രോഗികൾക്ക് 10,000, 15,000, 20,000, 60,000 പറഞ്ഞ പോലെ പല രോഗികൾക്കും ഇതേപോലെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. വലിയ പ്രയാസമുണ്ട് ഇത്തരത്തിൽ പണം സ്വരൂപിക്കുന്നതിന്. എന്നിരുന്നാലും ആ കുടുംബത്തെ നിലനിർത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. മാറ്റുലി. കേരള സ്കൂൾ ഒളിമ്പിക്സ് ആരംഭിക്കാൻ ഇനി 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനിടെ സ്കൂൾ കായികമേളകൾ അടിമുടി മാറണമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 2036 ഒളിമ്പിക്സ് എന്ന ലക്ഷ്യം മുൻനിർത്തി മേളകൾ സമൂലമായി പരിഷ്കരിക്കണമെന്നാണ് PT ഉഷയുടെ അഭിപ്രായം. കേരളത്തിൽ ഇത് എത്രമാത്രം പ്രായോഗികമാണ്? മാറ്റുലിയിലേക്ക്. ഇന്ത്യയിലെ തന്നെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അത് എല്ലാ മേഖലയിലായാലും, വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എല്ലാ മേഖലയിലും മികച്ച ഒന്നാണ് നമ്മുടെ കേരളം. കേരളത്തിലെ കായിക മേളകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കായിക പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഉദാഹരണത്തിന് PT ഉഷ നമ്മുടെ കേരളത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ്. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ കായികമേളയ്ക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല സിന്തറ്റിക് ട്രാക്കുകളും നല്ല സ്പോർട്സ് അക്കാദമികളെല്ലാം നമുക്കുണ്ട്. ദിനം
ദിനം പ്രതി കായിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഭാവിയിലും ഇനിയും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി മാറ്റങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണത്. പിന്നെ അതുകൊണ്ട് എന്തായാലും കൂടുതലും മാറ്റങ്ങൾ തന്നെ കേരളത്തിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി മന്ത്രി KB ഗണേഷ് കുമാർ. വെള്ളാപ്പള്ളി പറഞ്ഞത് അയാളുടെ സംസ്കാരം, പ്രായവും പക്വതയുമില്ലാതെ പറയുന്നതിന് മറുപടി ആവശ്യമില്ല. മന്ത്രി പ്രതികരിച്ചത് തന്തക്കിട്ട് പാരവെച്ച ഈ ഗണേശനെ കുറിച്ച് എന്തു പറയാനാണെന്നും സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയ ആളാണ് ഗണേശനെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട്. കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്കും ക്ലാസ് ടീച്ചർക്കും സസ്പെൻഷൻ. മാനേജ്മെന്റിന്റെ നടപടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന്. വിദ്യാലയത്തിലെ പ്രശ്നങ്ങൾക്ക് പുറമെ കുട്ടിക്ക് വീട്ടിലും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന സഹപാഠികളുടെ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിച്ച ശേഷം നടപടിയെന്ന് പോലീസ്. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചു. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി 18ലേക്ക് മാറ്റി. പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ഒരു കാരണവശാലും പരോൾ പോലും അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ. ചെന്താമര 2 കൊലക്കേസിൽ കൂടി പ്രതിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ. ഒറ്റപ്പാലം NSS കോളേജിൽ സംഘർഷാവസ്ഥ തുടരുന്നു. വ്യാഴാഴ്ചയും കോളേജിൽ SFI KSU പ്രതിഷേധം. പ്രിൻസിപ്പാൾ ഓഫീസിന് മുന്നിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡ് സ്ഥാപിച്ച് KSU പ്രവർത്തകർ. ഓഫീസിലെ ടേബിൾ അടിച്ചു തകർത്തു. സംഘർഷത്തിന് അയവുണ്ടായത് ഇരു സംഘടനകളിലെയും പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കാമെന്ന പ്രിൻസിപ്പാളിന്റെ ഉറപ്പിനെ തുടർന്ന്. വാണിയംകുളത്ത് വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. CPIM നയിക്കുന്ന ഭരണസമിതിയുടെ സങ്കുചിത കക്ഷി രാഷ്ട്രീയ നിലപാടുകൾ വികസനത്തിന് വെല്ലുവിളിയെന്ന് നേതാക്കൾ. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് ഇനി കൃത്യസമയം പാലിക്കും. പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസം. കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസിന് കൃത്യസമയം പാലിക്കാനാകുന്നത് ശബരി എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആയതോടെ. പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് മംഗളൂരു എക്സ്പ്രസ് ശബരിക്ക് വഴി കൊടുക്കുന്ന പതിവ് രീതി മാറി. വടക്കാഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന ഫാക്ടറിയിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. 3 പ്രതികളെയും വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മിണാലൂർ പുതുരുത്തി സ്വദേശികൾ. വിനോദസഞ്ചാരികൾക്കായി തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അനുവദിച്ച ഡബിൾ ഡക്കർ ബസ് എത്തി. ബസ് സർവീസ് നടത്തുക തൃശൂർ നഗരക്കാഴ്ചകൾ എന്ന ബോർഡോടെ. 1.5 കോടിയുടെ ഇലക്ട്രിക്കൽ ഡബിൾ ഡക്കർ ബസ്സിനെ വരവേറ്റ് ജനപ്രതിനിധികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.